കത്തില്ല, കരി പിടിക്കില്ല. Only hot, not bad. ആ, Leather. 140. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. വനിതാ ഉത്സവ് 2026 നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ്. 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് അകത്ത് കയറുന്നത്. ജനുവരി 23 തുടങ്ങി ഫെബ്രുവരി 9 വരെയാണ് ഈ ഷോപ്പിംഗ് മേള ഉള്ളത്. രാവിലെ 11 മണി മുതൽ രാത്രി 9 വരെ, ശനി ഞായർ അവധി ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ 9 മണി വരെയും ആയിരിക്കും കേട്ടോ ഈ ഷോപ്പിംഗ് ഉണ്ടായിരിക്കുക. Vacuum accessories. No drilling, no punching. റേറ്റ് എത്ര? 450. സ്റ്റെയിൻലെസ് സ്റ്റീൽ. Yes. For 1 year warranty. കമ്മലുകളുണ്ട്, മാലകളുണ്ട്. ഇൻവിസിബിൾ മാല. ഇൻവിസിബിൾ എങ്ങനെ റേറ്റ് വരിക? ഇത് ഈ 2 എണ്ണം 580 ഇത് 300, 350 ഒക്കെ വരുന്ന സാധനം. ഇത് 2 എണ്ണം എന്താ പറഞ്ഞ? 580. 2 എണ്ണോ? 2 എണ്ണത്തിലല്ല, ഒന്നിന്. ആ 2 മോഡലും ഓ, അങ്ങനെ ആന്റി കളക്ഷൻ. സ്റ്റോൺ വർക്ക്, നല്ല ക്വാളിറ്റി ഓർണമെന്റുകളാണ്. പേര് നോക്കട്ടെ, നല്ല കമ്പനി. ഒറിജിനലിന് വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഇന്റീരിയറിൽ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത് വരുമ്പോഴും നമുക്ക് നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. ലേഡീസ് ഇങ്ങനെ ഭയങ്കര ഷോപ്പിംഗ് ആണ് എല്ലാവരും. അമ്മമാർക്ക് ഉത്സവം ശരിക്കും ഇത് ഷോപ്പിംഗ്. നിങ്ങൾക്കാണ് ബോറടിക്കുന്നത്. തൊണ്ട് തല്ലി എടുക്കണം അല്ലേ? ഈ പാത്രങ്ങളെല്ലാം രാജസ്ഥാനിൽ നിന്ന്, ജയ്പൂരിൽ നിന്ന് വന്നതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അത്രയേറെ ഫിനിഷിംഗ് ഉണ്ട്. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ അത്രയേറെ വെറൈറ്റി ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളും കളറുകളും. ഒന്നൊന്നിന് വ്യത്യസ്തമായിട്ടാണ് ഓരോന്നും ഉള്ളത്. പിന്നെ പല സൈസുകളിലുണ്ട്. ഒരേ പോട്ട് തന്നെ നമുക്ക് പല പല സൈസുകളിൽ കിട്ടും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. പിന്നെ കളർ കോമ്പിനേഷൻ ഇതിൻ്റെയൊക്കെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്രയേറെ കളക്ഷൻ ഉണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി ഡിസൈനിലാണെങ്കിലും സൈസിലാണെങ്കിലും കളറിലാണെങ്കിലും ഓരോന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളിലും പാറ്റേണിലൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനും ഹൈലി ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് എത്ര വേണേലും സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്ക് മനോഹരം.
500 അവർ പറയണം. ഡിസ്കൗണ്ട് മിലേഗ? ആഫ്റ്റർ ഡിസ്കൗണ്ട് 500. നല്ലതല്ലേ ഇടാ ബൗളൊക്കെ? ഇത് സെറ്റാണ്. This handmade product. This first time in Kerala. This blue pottery product for Jaipur. 1450 സെറ്റ്. 4 പീസിന്റെ സെറ്റ് 1450 പറയണേ. നല്ല ഫിനിഷിംഗ് ഉണ്ട്. മൂടിയില്ല ഇതിന്. 350 1 പീസ്. $450 6 പീസ് 450. ഡിസ്കൗണ്ടോ? कितना? 10% ഡിസ്കൗണ്ട്. 400 में मिलेगा. ക്വാളിറ്റി ഉള്ള ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ്. അലമ്പല്ല. ഓ ഫ്ലിപ്കാർട്ട് നോക്കി പനയുടെ ഡിസൈൻ. നോക്കിയടാ ലോ കീ ഒക്കെ ഇടാ. കീ ചെയിൻ കൊള്ളാല്ലേ? നല്ലൊരു കൺസെപ്റ്റ്. കൊള്ളാല്ലേ? കൊള്ളാവോ? ഇത് 200 ആണ് കേട്ടോ പറഞ്ഞത്. 200 രൂപയാണ്. എയർ ഫ്രയർ ആണോ അത്? പുറത്തോട്ട് വീഴും. കൊള്ളാലോ. നല്ല ക്രിസ്പിയാട്ടോ. കഴിച്ചത് ഇതാണ് കേട്ടോ ഇതിന്റെ റേറ്റ്. 2500 രൂപ ഏകദേശം. മെറ്റൽ എന്താണ് ഇത്? മെറ്റൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ആന്റി ടാർണിഷ് കളർ പോകത്തില്ല. ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ട്. ഇതിന് കളർ എത്ര ഗ്യാരണ്ടി ഉള്ളത്? 1 ഇയറാ? ആ രാജസ്ഥാന്റെ ചിക്കി മിഠായി ആണ് കേട്ടോ ഇത്. നമ്മുടെ കപ്പലണ്ടി മിഠായി ഇല്ലേ, ആ ഒരു പാറ്റേണിൽ എള്ള്, കപ്പലണ്ടി, പിന്നെന്താ പിസ്ത, അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ കൊണ്ടിട്ട് സെയിം ആ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കുന്ന പല പല ടേസ്റ്റ് വെറൈറ്റി ഉള്ള ഒറിജിനൽ നട്ട്സ് ഒക്കെ കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ശർക്കരയും നട്ട്സും തന്നെയുള്ളൂ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും രുചിക്കാൻ വേണ്ടിയിട്ട് തരുന്നുണ്ട്. എല്ലാത്തിൽ നിന്നും തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. ഒരു ബോക്സിന് 300 രൂപയാണ് പറയുന്നത്. ഞാൻ കപ്പലണ്ടി പിസ്ത മിക്സ് ആയിട്ടുള്ള ചിക്കി വാങ്ങിച്ചോട്ടോ. 300 രൂപയാണ്. എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി അത് കഴിച്ചപ്പോൾ. എന്താണെങ്കിലും മിസ്സാക്കാൻ തോന്നുന്നില്ല. ശർക്കരയാണ്. പിന്നെ ഈ രാജസ്ഥാന്റെ ശർക്കരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് അറിയാവുന്നതാണ്. ആ ഒരു രുചി ഇതിനകത്തും ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും വാങ്ങി. ദാ ഈ കുർത്തി ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും കളറും അതിൻ്റെ ഡിസൈനും പിന്നെ ക്ലോത്തും എല്ലാം ഒരുപോലെ ഭംഗിയുണ്ട്. സ്റ്റിച്ചിങ്ങും എല്ലാം. 1500 രൂപയാണ് റേറ്റ്. എന്ത് ഫ്ലേവറാ? ഈ അവലോസ് പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അവർ നന്നായിട്ട് പഞ്ചസാര ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. ഫോട്ടോസിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. 3D ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് ഇൻബിൽറ്റ് ഡിഷ് വാഷ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഗ്ലാസും സ്റ്റീലും എല്ലാം വെക്കാം. നമുക്ക് അലുമിനിയം അത് പറ്റില്ല അല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ട്രൈപ്ലൈ എന്ന് പറയും. 3 ലെയർ. അറിയാം. അലുമിനിയം ട്രൈപ്ലൈ അറിയാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ തവ നമ്മൾ കണ്ടിട്ടില്ലല്ലേ? ഹോക്കിൻസിന്റെ എല്ലാ കുക്ക് വെയർസിനും ഓഫർ പ്രൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ജ്യൂസർ
ഇവിടെ 3000 ആണ് അവർ പറയണേ. ഇത് 22 ക്യാരറ്റ് നെക്ക്. ഗോൾഡിന്റെ റേറ്റ് ഭയങ്കര ഹൈപ്പിലല്ലേ പോകുന്നത്. നക്ഷത്ര ജ്വല്ലേഴ്സിന്റെ ആണ് കേട്ടോ ഈ ഒരു ജ്വല്ലറി ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ എത്ര ഗ്രാമിലാ വരുന്നത്? 4, 6 ആ ഒരു റേഞ്ച് ആണല്ലേ. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമല്ലേ അപ്പൊ നമ്മൾ ഇതില്. ഇതെന്താ മെറ്റീരിയൽ? ക്ലോത്ത് ആണോ ഇത്? തുടച്ചെടുക്കാന്നല്ലേ. 58K ഇപ്പൊ എപ്പോഴാണെങ്കിൽ കിട്ടുമല്ലേ ഇവിടെ സ്പോട്ടിൽ ബുക്ക് ചെയ്താല്. സ്റ്റോർ എവിടെയാണ്? കോട്ടയാണോ? അതെന്താ എങ്ങനെ ഉറക്കുന്ന പറയണ? എവിടെ എവിടെ പ്ലഗ് ചെയ്യും? ഇതിനകത്തൊരു മൈക്രോചിപ്പ് സെൻസർ ആഡ് ചെയ്ത് ന്യൂട്രൽ വഴി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്ലഗിൽ കൊടുത്താൽ മതി. എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലെ ഒരു ഉപകരണം വർക്കാവുന്നില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മീറ്റർ 0 ആണ് അല്ലേ? എല്ലാ ഉപകരണങ്ങളും സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ കറണ്ട് എടുക്കും. ട്യൂബിന് എത്ര 1.2 ഒക്കെ വന്ന് 0.9 ആംപിയർ ആണ് എടുക്കുന്നത്. ആവശ്യമില്ല. പവർ സേവർ ജസ്റ്റ് പ്ലഗ് ചെയ്യുമ്പോൾ ഈ 0.9 നമ്മൾ നേരെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ AC, മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ എക്യുപ്മെന്റും ഒരു വീട്ടിലേക്ക് ഒന്നും മതി. അതെ, ഇതൊക്കെ നമ്മള് ഡൈജഷന് വേണ്ടിയിട്ടുള്ളതല്ലേ. എങ്ങനെയുണ്ട് അല്ലേ? റേറ്റ് എന്താണെന്നറിയില്ല, ചോദിച്ചു നോക്കണം. ഇങ്ങനെ ചെറുതാക്കി എടുക്കാന്നാ പറയണേ. ഷോർട്ട് ചെയ്തിട്ട് കളറുള്ളല്ലേ. ഇത് ഈ ഡ്രസ്സിന് ചേരുന്നുണ്ട്. 2K പറയണ ആഫ്റ്റർ ഡിസ്കൗണ്ട്. 1K തരാണ് എടുക്കാം. 1K 1000 1500. ഇല്ല ഇല്ല. Okay, give money. 1000 ഓക്കെയാണോടാ? 1000 ഓക്കെയാണോ? 1000 തരാം. स्प्रे से निकालेंगे लिक्विड. फर्स्ट टू स्प्रे, होम टू वॉश, वाइपर टू क्लीन, फिर ड्राई. क्लीन भी और ड्राई भी. टच बॉडी फुल ड्राई. റേറ്റ് എത്രയാ? 600. ഇതാ This side all 600. ഇതെല്ലാം 600 ആണ്. 600. എല്ലാ വർഷവും ഇവിടെ വന്ന ഒരു ചെരുപ്പെങ്കിലും ഞാൻ എടുത്തിട്ട് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ കാലിന് അത്രയ്ക്ക് സുഖകരമായ ചെരുപ്പുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. സൂട്ട് കാ സെറ്റ് 500. 1500 ഫുൾ സെറ്റ്. 3 പീസ് ആണ്. 3 പീസ് സെറ്റ്. 3 piece, 4 piece with lining भी है. ലൈനിങ് 3 പീസ് 4 പീസ് ലൈനിങ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാത്ത സെറ്റുകളാണ്, വിത്ത് ലൈനിങ് ആണ്. അതുകൊണ്ടാണ് അവർ 4 പീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് 1500 ആണ് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോറുകളിലും ഈ ദുപ്പട്ട സ്റ്റിച്ച് ചെയ്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും 1500 ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ഓക്കെ ഓക്കെ. 750 സ്മൂത്ത് ക്ലോത്ത് ആണ്. ബേബി സ്കിൻ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ ഇത്. ഞാനീ എടുക്കുന്നത് ഒന്ന് കറുപ്പും ഒന്ന് കരിപ്പച്ചയുമാണ്. പക്ഷെ ഇതിൽ കാണുമ്പോൾ രണ്ടും കറുപ്പ് പോലെ ഉണ്ട്. 120 കൊള്ളാല്ലേ ഒരു മോഡല്. 60. ഈ വാച്ചുകൾക്കൊക്കെ ഫാൻസി വാച്ചുകളാണ് കേട്ടോ എല്ലാം. നിസ്സാര പൈസയേ ഉള്ളൂ. നമുക്കൊരു 5-8 വാങ്ങിച്ചാലും മാറി ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റും. ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചൊക്കെ ബാറ്ററി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നിസ്സാര പൈസയേ ഉള്ളൂ ഇതിനൊക്കെ കേട്ടോ. കിച്ചൺ ടൂൾസ്, അടുക്കളയിലെ ആയുധങ്ങൾ.
ഇതാ പാതി ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ടീ ബ്രേക്ക് ഉണ്ട്, ടീ ഉണ്ട്, കോഫി ഉണ്ട്, അതുപോലെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്, സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു ഓപ്പൺ എയർ ആണ്. ഇതാ ആകാശമൊക്കെ കണ്ടിരുന്ന് ചായയും കാപ്പിയൊക്കെ ആസ്വദിച്ച് ക്ഷീണമൊക്കെ അകറ്റിയിട്ട് വീണ്ടും ഷോപ്പ് ചെയ്യാം. തീർന്നിട്ടില്ല, ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ആരും പോവല്ലേ, കൂടെ വരണേ. നല്ല കോഫിയാണ്, കഫേ കോഫിയുടെ. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദാ ബാലരമ കേവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാല് കുഞ്ഞുമക്കളെയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു അനുഗ്രഹമാണ്. പിന്നെ വലിയവർക്കും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയവർക്കൊക്കെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സാധനം. പിള്ളേരെന്ത് ചെയ്യും, അവർക്ക് ഇതിങ്ങനെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആവും എന്തൊക്കെ തന്നെയാണെങ്കിലും. നമുക്കും ഭയങ്കര ഇഷ്ടം തോന്നും ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ബാലരമയിൽ നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് പോലും ഭയങ്കര സന്തോഷം തോന്നുമെങ്കിൽ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഫോട്ടോ പോയിന്റ് ആയിട്ട് പിള്ളേർക്കൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ആ ഷോപ്പിങ്ങിന്റെ ഒരു ക്ഷീണമൊക്കെ ഇങ്ങനെ മാറി കിട്ടും. ഇവിടെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിള്ളേരും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. रेडीमेड ब्लाउज रेट चलेगा मैम? ये पूरा 1200 का 1200 का पूरा प्लीज है। हाँ ये 1500 1500 ആണെന്ന്. ഡിസൈനൊക്കെ കൊള്ളാം. എല്ലൊക്കെ ഉണ്ട്. എടുക്കുന്നുണ്ടല്ലോ അല്ലേ, രാവിലെ എടുക്കുന്നുണ്ടല്ലോ. കാണാൻ കൊള്ളാല്ലേ, നല്ല ഒരു ലുക്കൊക്കെ ഉണ്ട്. 1200 ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ്. സംഭവം കൊള്ളാം. കറക്റ്റ് മാച്ചാല്ലേ ഡ്രസ്സിന്. എത്ര റേറ്റ്? എത്ര? 400 400 രൂപ മാത്രം. ഭയങ്കര വലുപ്പം. ഇതേപോലത്തെ അല്ലേ? ഇത് ടെറാക്കോട്ടയാണ്. ഇത് മറ്റേ അതാണ്. മഡല്ലേ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ എടുത്തു 80 രൂപയാണ്. പേപ്പർ പോലെ ഇരിക്കണല്ലേ കാണുമ്പോൾ. ലാമിനാണെന്ന് തോന്നുന്നു. ഇവിടെ പപ്പടം നോക്ക്. ആലു പപ്പടം. ഒരു വൈറ്റ് ടൂതിൻ്റെ അത്തറും പിന്നെ ഒരു ഫ്ലവർ സ്മെല്ലിൻ്റെയും കൂടി 2 എടുത്തായിരുന്നു. 200 രൂപയാണ്. ബുക്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല റേറ്റ് കുറവിൽ പുതിയ ബുക്കുകൾ തന്നെ കോപ്പിയാണ്. അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. വളരെ വളരെ റേറ്റ് കുറവിലാണ്. പച്ചക്കറി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വിത്തുകളൊക്കെ ഉണ്ട്. അതുപോലെ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഇവിടെ ഒന്ന് വാങ്ങാം. ക്വാളിറ്റി എങ്ങനെയൊക്കെ ആവുന്നൊന്നും എനിക്കറിയില്ലേ. ഫ്ലവർ ഷോയിലൊന്നും അല്ലേ ആയല്ലോ ഇവിടെ. ഇത് നോക്കിയാൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ശരിക്കും ഫ്ലവർ ഷോയിൽ ഇത്രയും പോലും ഭംഗിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തവണത്തെ. ഇവര് ഇത്രയും ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഐറ്റം ആട്ടോ അതേ ഈ ഫ്ലവർ ഷോ എന്ന് പറയുന്നത്. 100 രൂപ ടിക്കറ്റ് കൊടുത്ത് ഫ്ലവർ ഷോയിൽ കയറിയിട്ട് പോലും ഇത്ര മനോഹരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നത് ഇതാ ഓട്ടോ സോണിലേക്കാണ്. ഇവിടെ വണ്ടികൾക്കൊക്കെ ഉള്ള സ്പോട്ട് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ എത്തുന്നത് കുടുംബശ്രീയുടെ കഫേ ഏരിയയിലേക്കാണ്. ഈറ്ററി ഏരിയ, കഴിക്കാനും കുടിക്കാനും വിശ്രമിക്കാനുമുള്ള ഏരിയ. പൊറോട്ട ദോശ, ചിക്കൻ ദോശ, ബീഫ് ദോശ, പെപ്പർ ദോശ. വയനാട് രുചികൾ, പിടിയും കോഴിയും. ഈ കാണുന്നത് ചോക്ലേറ്റ് ഫൗണ്ടൻ ഒന്നും അല്ല കേട്ടോ, അതാ പോയിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന്. അത് എന്താ പാനിപ്പൂരിയുടെ പാനിയാണ്. നെയ്ച്ചോറ്, ബീഫ്, പള്ളിക്കറി. വാങ്ങണോ അതൊന്നും? ഞങ്ങളൊരു ചിക്കൻ മസാല ദോശ ഓർഡർ ചെയ്ത് അതാണ് കേട്ടോ ഇപ്പൊ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ചിക്കൻ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് പോലെ ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവരെന്തൊക്കെയാ ചെയ്യണേന്ന് നോക്കാം. അവർ ആ പ്ലേറ്റിനകത്ത് അതിൻ്റെ പുറത്ത് കുറച്ച് ചിക്കൻ കറിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചട്ടണി 2 തരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ചിക്കൻ മസാല ദോശ. പിന്നെ കപ്പ മീൻകറി ഒരു പ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേര മീനാണെന്നാണ് പറഞ്ഞത് അവർ. ഇതാണ് കപ്പ മീൻകറി സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. ടേസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ടേസ്റ്റായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചെടിയുണ്ട്. അപ്പൊ ഇന്ന് പ്രോഗ്രാം ഇല്ലേ? പ്രോഗ്രാം ഇല്ല. സാധാരണ അതില് ഈ ചെടി നല്ലതാടാ. ആ ഒരു ബുഷ് ഓറഞ്ച്, ഓറഞ്ചാ നോക്കിയടാ. ജാക്ക് ഫ്രൂട്ട് ഇടക്ക് നോക്കി. അപ്പോൾ നമ്മുടെ വനിതാ ഉത്സവിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. ഇവിടെ നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ ചെടികളൊക്കെയാണ്. അതിൻ്റെയൊക്കെ കച്ചവടമൊക്കെ തകർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഔട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഉത്സവിനെക്കുറിച്ച്, വനിതാ ഉത്സവിനെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.